ടോക്ക് ഓണിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ ആദ്യ വൈസ് ചാൻസലർ മുഹമ്മദ് ഗനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു എഴുത്തുകാരനും പ്രഭാഷകനുമായ എം.എൻ. കാരശ്ശേരി. നമസ്കാരം. ഞാൻ എം.എൻ. കാരശ്ശേരി. കാലിക്കറ്റ് സർവകലാശാല എന്ന് പറയുമ്പോൾ എനിക്കത് എൻ്റെ വീടിനേക്കാൾ കൂടുതലാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ 40 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു. 1972 മലയാളം MA വിദ്യാർത്ഥിയായിട്ട് വന്നു. 74 MA പാസ്സായി പോയി. പിന്നെ 75 ഞാൻ റിസർച്ച് സ്കോളറായിട്ട് ചേർന്നു. അത് പാർട്ട് ടൈം ആക്കിയിട്ട് ഞാൻ മാതൃഭൂമിയിൽ പോയി. മാതൃഭൂമിയിൽ നിന്ന് പിന്നെ ഞാൻ ആർട്സ് കോളേജിൽ വന്നു. അത് കഴിഞ്ഞ് ഒരിക്കലും ഇവിടെ MPhil വന്ന് ചേർന്നു. പിന്നെ ഞാനിവിടെ അധ്യാപകനായി 86 അങ്ങനെ PhD പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ 2012 ഇവിടുന്ന് മലയാളം വകുപ്പ് അധ്യക്ഷൻ്റെ കസേരയിലിരുന്ന് റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയി. 40 കൊല്ലം. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായതിനേക്കാൾ അധികം ഉണ്ടായത് ഇവിടെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എൻ്റെ സർവകലാശാല സ്മരണകൾ പറയണമെന്ന്. അപ്പോൾ ഞാനതിനൊരു സ്മരണ തിരഞ്ഞെടുത്തു. എന്നുവെച്ചാൽ ആദ്യത്തെ വൈസ് ചാൻസലർ മുഹമ്മദ് ഗനി, മുഹമ്മദ് ഗനിയാണ്, ചുരുക്കിയിട്ട് MM ഗനി എന്ന് പറയും. അദ്ദേഹത്തെ പറ്റി സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. എന്നുവെച്ചാൽ അങ്ങനെ സംസാരിക്കാൻ മാത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം കേൾക്കാൻ മാത്രമുണ്ട്. അദ്ദേഹം തമിഴനാ, മലയാളിയല്ല. ഇവിടെ കേരളത്തിൽ പലയിടത്തും ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. പിന്നെ ബാംഗ്ലൂർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ ഡയറക്ടറായിരുന്നു. അങ്ങനെ പലർക്കും അറിയാം. നമ്മുടെ MT വാസുദേവൻ നായരുടെ ഗുരുനാഥനാണ്. അത് പറയുമ്പോൾ വേഗം മനസ്സിലാവുമല്ലോ. പിന്നെ ഇവിടെ ദേവഗിരി കോളേജിൽ ഉണ്ടായിരുന്ന അതിപ്രസിദ്ധനായ ഇംഗ്ലീഷ് പ്രൊഫസർ CA ഷെപ്പേർഡ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു. അങ്ങനെ പല ബന്ധങ്ങളും. വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ CH മുഹമ്മദ് കോയയാണ് മുഹമ്മദ് ഗനിയെ ഇവിടെ കൊണ്ടുവന്നത്. അത് 1969 അപ്പോൾ VCയുടെ കാലാവധി കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ 1.5 കൊല്ലം അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു. അങ്ങനെ 5.5 കൊല്ലം അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി ഭരിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് ഇവിടെ MAക്ക് ക്യാമ്പസ് അന്ന് ചെറിയൊരു സാധനമാണ്. 100-400 ആളുകളേ ഉള്ളൂ. വളരെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ, വളരെ കുറച്ച് അധ്യാപകർ, വളരെ കുറച്ച് വിദ്യാർത്ഥികൾ. അങ്ങനെ ഒരു അങ്ങാടി കാര്യമൊന്നും ആയിട്ടില്ല, ഒരു കാര്യം ഒന്നും ആയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, വലിയ അഭിമാനം ഗനിസാറ് ഞങ്ങളുടെ VC ആണെന്നുള്ളതാണ്. ഈ ക്യാമ്പസിൻ്റെ തലവൻ അദ്ദേഹമാണ്. ഇപ്പം ഞങ്ങൾക്കന്ന് വകുപ്പ് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അഴീക്കോട് മാഷുണ്ട്. ഹിസ്റ്ററിയിൽ ചരിത്ര വിഭാഗത്തിൽ MJS നാരായണനുണ്ട്. ബോട്ടണിയിൽ BK നായരുണ്ട്. സുവോളജിയിൽ ജോസഫ് സാറുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. അന്ന് അറിയപ്പെടുന്ന ഒരാളായിരുന്നു മൂസായ ബേക്കർ, കോമേഴ്സിലുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഹെഡല്ല, അദ്ദേഹം പ്രൊഫസറാണ്. അങ്ങനെ അപ്പോൾ എന്താണ് ഗനിസാറിന് വിശേഷം എന്ന് ചോദിച്ചാൽ, ഒന്ന് അദ്ദേഹത്തിൻ്റെ ചിട്ടകളാണ്, അച്ചടക്കം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഞങ്ങൾ പറയൽ ഓക്സ്ഫോർഡിയൻ എന്നാ പറയുക. അത് ഓക്സ്ഫോർഡിലാണോ പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാം തരം ഇംഗ്ലീഷാണ്. ഒരു സ്ഥലത്തും അദ്ദേഹം 1 മിനിറ്റ് വൈകില്ല, കൃത്യസമയത്തുണ്ടാവും. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അതൊന്ന് വിടുക എന്നല്ല, അത് പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നില്ല. എപ്പോഴും എന്തിലും വിദ്യാർത്ഥികളുടെ സമരം, അധ്യാപകരുടെ അസ്വസ്ഥത, അതൊക്കെ അദ്ദേഹം സംസാരിച്ചാൽ സാമാന്യമായിട്ടൊക്കെ തീരും. സമരം തീരെ ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷേ സാമാന്യമായിട്ട് തീരും. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം വളരെ വളരെ നീതിമാനാണ്. ഞാൻ അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ അദ്ദേഹം വലിയ ഭക്തനാണ്. അദ്ദേഹം ഇവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയിരുന്നു, ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വാർട്ടേഴ്സുകൾക്കൊക്കെ ഒരു ദൗർലഭ്യം വന്നപ്പോൾ ഒരു VC ഒരു ഉത്തരവിറക്കി, കുടുംബസമേതമല്ലാതെ താമസിക്കുന്ന അധ്യാപകർ ക്വാർട്ടേഴ്സ് ഒഴിയണം. അപ്പോൾ അന്നെന്താ തമാശ വെച്ചാൽ, വൈസ് ചാൻസലർക്ക് ഭാര്യ മരിച്ചുപോയി. അന്ന് പ്രോ വൈസ് ചാൻസലർ സുകുമാർ അഴീക്കോട് മാഷ്, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഫിസിക്സിൽ എൻ്റെ ഓർമ്മ, വൈദ്യനാഥൻ എന്നൊരു റീഡറുണ്ട്, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹം വലിയ റിസർച്ചറാണ്, ഒറ്റയ്ക്ക് താമസമാണ് ക്വാർട്ടേഴ്സിൽ. അപ്പോൾ അദ്ദേഹം ചെന്ന് VC മുഹമ്മദീനോട് ചോദിച്ചു, സാറ് ക്വാർട്ടേഴ്സ് ഒക്കുപ്പൈ ചെയ്യുന്നില്ലേ? ഉണ്ട്. സാർ ഒറ്റയ്ക്കല്ലേ? അതെ. പ്രോ വൈസ് ചാൻസലർ ക്വാർട്ടേഴ്സ് ഒക്കുപ്പൈ ചെയ്യുന്നില്ലേ? അതെ. അതേ ഒറ്റയ്ക്കല്ലേ? അതെ. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് താമസം എന്താ തിരക്കട്? മുഹമ്മദ് ഗനി ആ ഓർഡർ റദ്ദായി കളഞ്ഞു. ആണ്.
അപ്പോൾ തൻ്റെ കീഴിൽ എന്നുള്ള ആൾക്കാർ പറയാം ഉള്ള ഒരു പ്രൊഫസർ, ഒരു റീഡർ വന്നിട്ട് ഇത് ചോദ്യം ചെയ്യുമ്പോൾ അത് ന്യായമാണെന്ന് തോന്നി അത് അദ്ദേഹം അംഗീകരിക്കുകയാണ്. അത്തരം ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഓർക്കുന്ന വേറൊരു സംഭവം ഞാൻ പറയാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി ഇതിൽ പോകുമ്പോൾ എൻ്റെ സഹപാഠി മുഹമ്മദ് ഗനിയുടെ വൈസ് ചാൻസലറാണല്ലോ എന്ന് വിചാരിച്ചത് കാണാനുള്ള സന്തോഷത്തിന് അവിടെ ഇറങ്ങി വന്നപ്പോൾ ഗനിസാറിന് വളരെ സന്തോഷമായി. പഴയ കഥകളൊക്കെ പറയുമ്പോൾ തൻ്റെ മക്കളൊക്കെ എങ്ങനെ മൂത്ത മകൾ ഇപ്പോൾ എവിടെയാണ്, അപ്പോൾ അവളിപ്പോൾ BSc കഴിഞ്ഞു, അതിന് എന്തിനാ പോണേന്ന് ചോദിച്ചു. അല്ലാതെ തീരുമാനമായില്ല, എന്താ റിസൾട്ട് വന്നിട്ടില്ല? റിസൾട്ട് വന്നിട്ടില്ലേ? അല്ല അപ്പോൾ ഇവിടെ ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ആര്, ഈ കൂട്ടുകാരൻ. അപ്പോൾ നമ്പറും സെൻറ്ററും ഒക്കെ ചോദിച്ചിട്ട് മുഹമ്മദ് ഗനി അന്ന് വേലപ്പൻ നായർ എന്ന് പറയുന്ന വളരെ യോഗ്യനായ ഒരാളാണ് അവിടെ കൺട്രോളർ ഓഫ് എക്സാംസ്, അദ്ദേഹത്തിനെ വിളിച്ചു. പറഞ്ഞു ഇന്ന കോളേജിലെ ഇന്ന പേരുള്ള ഇന്ന രജിസ്റ്റർ നമ്പറുള്ള കുട്ടിയുടെ റിസൾട്ട് ഒന്ന് അറിയണമെന്ന് പറഞ്ഞു. വേലപ്പൻ നായർ വളരെ ശാന്തനായിട്ട് പറഞ്ഞു, സോറി സർ, ദാറ്റ്സ് എ കോൺഫിഡൻഷ്യൽ മാറ്റർ. മുഹമ്മദ് ഗനി മാപ്പ് പറഞ്ഞു. ഉണ്ടോ? ഈ വേലപ്പൻ നായരെ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടറിഞ്ഞിട്ട് മുഹമ്മദ് ഗനി കൊണ്ടുവന്ന് അപ്പോയിൻ്റ് ചെയ്തതാണ്. അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ മുഹമ്മദ് ഗനി തൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ക്ഷമ പറഞ്ഞു. അത് വലിയ സംസാരമായിരുന്നു. ഇതുപോലെ അദ്ദേഹം ഭക്തനാണ്, എല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ പോകും. അപ്പോൾ വെള്ളിയാഴ്ച ആണോന്ന് അറിയാം ഞങ്ങൾക്ക്. എന്താണ്, അദ്ദേഹം സാധാരണ പാൻസും കോട്ടും ടൈയും ഓവർകോട്ടൊക്കെ കെട്ടി അങ്ങനെ യൂറോപ്യൻ സമ്പ്രദായത്തിലാണ് ഓഫീസിൽ വരിക. വെള്ളിയാഴ്ച മാത്രം അദ്ദേഹം വെളുത്ത ജുബ്ബയും വെളുത്ത പൈജാമ ഇട്ടിട്ട് വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷം കണ്ടാൽ ഞങ്ങൾക്കറിയാം ഇന്ന് വെള്ളിയാഴ്ചയാണ്. പക്ഷേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ പോവില്ല. എന്ത് വേണം, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ യൂണിവേഴ്സിറ്റി അക്കൗണ്ടിൽ 1.5 രൂപ പൈസ അടിച്ചതിൻ്റെ ബില്ല് മേശപ്പുറത്ത് കൊണ്ടുവച്ചാൽ അത് എണീക്കുള്ളൂ. എന്താ കാരണം, വ്യക്തിപരമായ ആവശ്യത്തിന് യൂണിവേഴ്സിറ്റി കാർ ഉപയോഗിക്കാം, പക്ഷേ പെട്രോള് ഈ ഉപയോഗിക്കുന്ന ആൾ അടിക്കണമെന്ന് നിയമമുണ്ട്. ആ നിയമം നടപ്പാക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നാന്തരം പ്രസംഗമാണ് ഗനി സാറ്. അപ്പോൾ അന്നിവിടെ വലിയ പ്രസംഗക്കാരനാണ്, എല്ലാവർക്കും അറിയുന്നവരെ അഴീക്കോട് മാഷ്. ഇദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുക, മധുരമായിട്ട് സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ പറയില്ലേ മധുരം VC, ഘോരം PVC എന്ന് ഞങ്ങൾ പറയാം. പിന്നെ എപ്പോഴും അദ്ദേഹം എന്തൊരു ഔചിത്യബോധമാണ്. ഞാൻ ഓർക്കുന്ന ഒരു രംഗം പറയാം. ഇവിടെ ഇൻ്റർ യൂണിവേഴ്സിറ്റി വോളി ടൂർണമെൻറ്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതാണ്. ചെയ്യുമ്പോൾ അദ്ദേഹം 2 വാക്യം പറയാം. ഒന്ന് പറഞ്ഞത് ഐ ഡിക്ലെയർ ദ മീറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം എന്ന് വെച്ചാൽ ഐ വിഷ് ദ വിക്ടറി ഫോർ ദ ബെസ്റ്റ് ടീം. കാലിക്കറ്റ് ടീം അതിൽ കളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വിഷയമല്ല അത്. അപ്പോൾ ആരാ വിജയിക്കേണ്ടത്? ഏറ്റവും അർഹതയുള്ള ടീം വിജയിക്കണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം. കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള ഒരു കോളേജാണ് സെൻറ്റ് ജോസഫ്സ് കോളേജ്, ദേവഗിരി, കോഴിക്കോട്. അവിടുത്തെ പ്രൊഫസറാണ് ആര്? CA ഷെപ്പേഡ്. ഷെപ്പേഡിനെ ഇടയ്ക്കിടയ്ക്ക് VC ക്യാമ്പസിലേക്ക് വിളിക്കും, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകാരും വിളിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റുകാർ അദ്ദേഹത്തിന് ടോക്ക് വെക്കുമ്പോൾ അഴീക്കോട് മാഷയ്ക്ക് വലിയ ബഹുമാനമാണ് ഷെപ്പേഡ് സാറിനോട്. അപ്പോൾ ഷെപ്പേഡ് സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ ഞങ്ങളെയും വിടും. അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഉച്ചാരണം തുടക്കത്തിൽ മനസ്സിലാവുന്നില്ല. അദ്ദേഹം എൻ്റെ ധാരണ ശരിയാണ്, ഓസ്ട്രേലിയക്കാരനാണ്, സായിപ്പ. പക്ഷേ ഞങ്ങൾ ആ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആ ക്ലാസ്സിൻ്റെ പിറകിൽ ഒറ്റയ്ക്ക് ഒരു കസേരയിൽ താടിക്ക് കൈ കൊടുത്ത ആളിരിക്കണ്ടാവും. ആരാന്നറിയോ? വൈസ് ചാൻസലർ. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഗസ്റ്റായിട്ട് വരുന്ന ഒരു പണ്ഡിതൻ്റെ പ്രസംഗം കേൾക്കാൻ MA-ക്കാരുടെ കൂടെ ആ ക്ലാസ്സിലിരിക്കും വൈസ് ചാൻസലർ. ആ ക്ലാസ് കഴിഞ്ഞാൽ ചോദ്യോത്തരം തുടങ്ങുമ്പോൾ അതേ പതുക്കെ ഇറങ്ങി വേറെ ആരും ശ്രദ്ധയിൽപ്പെടാതെ അങ്ങ് പോകും. ഇത്ര വിനയമുള്ള ഒരാളാണ്, മര്യാദ ഉള്ള ഒരാളാണ്. ഞാനിപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഓർക്കാനുള്ള ഒരു പ്രധാന കാര്യം, വലിയ സങ്കടമാണ് പറയുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഡ്യൂസ് അടയ്ക്കണ്ട അവർക്ക് അന്ന് ഹരിജൻ വെൽഫെയറിൻ്റെ സൗജന്യം ഉള്ള കുട്ടികൾക്ക്, അതായത് ഇപ്പോൾ അന്നൊക്കെ ഹരിജൻ എന്നാണ് പറയുക, ഇന്ന് ദളിത് എന്നാണ് പറയുക. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഞങ്ങളുടെ കൂടെയാണ് ഭക്ഷണം. ഞങ്ങൾ പൈസ കൊടുത്ത ആളുകൾ കഴിക്കുന്ന അതേ ഭക്ഷണം, അത് ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും കോഴി പൊരിച്ചാണെങ്കിലും മീൻ പൊരിച്ചാണെങ്കിലും അവർക്കും കഴിക്കാം. എന്താണ്, അവരുടെ ഷെയർ ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് അയക്കും. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിന്നൊക്കെ കേട്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സ് മുടങ്ങും. എന്താ മെസ്സ് മുടങ്ങുന്നത്? ചില കുട്ടികൾ പൈസ അടയ്ക്കില്ല, അപ്പം സാധനം വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, അപ്പം മെസ്സ് മുടങ്ങും. മെസ്സ് മുടങ്ങും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ട്, ഞങ്ങൾ ഹോട്ടലിലോ ഗസ്റ്റ് ഹൗസിലോ പോയി കഴിക്കും. അപ്പോൾ ഈ ഹരിജൻ വെൽഫെയറിൻ്റെ സൗജന്യം കിട്ടുന്ന കുട്ടികൾക്ക് അവരുടെ പൈസ ഇല്ല. അപ്പോൾ അവരെ പട്ടിണിയിടാൻ വേണ്ടി ഇത് ചെയ്യുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ സഹപാഠി അബ്ദുല്ല മാഷുണ്ട്, ഞങ്ങൾ മുതിർന്ന ആളാണ്,
അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് തീർക്കാനൊരു വഴിയുള്ളൂ, യൂണിവേഴ്സിറ്റി ഒരു ഫണ്ട് തരണം. ഞാൻ എത്ര മാഷേ? ഒരു 2500 ഉറുപ്പ്യക്കും തരണം. അന്ന് വലിയ തുകയാണത്. കാരണം ഞങ്ങളൊരാളുടെ ഹോസ്റ്റൽ ഡ്യൂസ് എന്ന് പറയുന്നത് 150 ഉറുപ്പ്യാണ്, ഒരാളുടെ അങ്ങേയറ്റത്ത് 150 ഉറുപ്പ്യ. അപ്പോൾ 2500 ഉറുപ്പ്യ തരണം. അപ്പോൾ ഞാൻ വെച്ചാൽ അതെങ്ങനെ കിട്ടും? അപ്പോൾ ഞാനിന്നിവിടെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറിയാണ്. അത് താൻ പോയി പറയും, അദ്ദേഹം തന്നാൽ വാങ്ങാം. എന്നാലെന്താ, ആ ഫണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും മെസ്സ് പൂട്ടൂല. അപ്പോൾ ഗനിസാറിനോട് സംസാരിക്കാൻ വലിയ പ്രശ്നമാണ്. എന്താ, അദ്ദേഹം മലയാളം പറയില്ല. നമ്മൾ മലയാളം പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും, അദ്ദേഹം അങ്ങോട്ട് ഇംഗ്ലീഷേ പറയുള്ളൂ. അപ്പോൾ ഗനിസാറിനെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ സെക്രട്ടറി ആകുമ്പോൾ പോയിരിക്കാനും വയ്യ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ നേരത്തെ രജിസ്ട്രാറെ കാണിച്ചിരുന്നു. അപ്പോൾ രജിസ്ട്രാറിന് ഇതിനൊരു വകുപ്പില്ല. എന്താ കാരണം, ഈ 2500 ഉറുപ്പ്യ ആരാണോ തരുന്നത് അയാളുടെ ശമ്പളത്തിനോ പെൻഷനോ പിടിക്കുന്നൊരു സ്ഥിതിയാണ് വരിക. കാരണം നിങ്ങളൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ പോകും, ഇത് പിന്നെ ആരും മടക്കി തരും. അപ്പോൾ ഞാൻ രജിസ്ട്രാർ എന്ന് എനിക്ക് പരിചയമുള്ള ആളാണ് കെ എ കോശി. ഞാൻ വി സിയോട് എന്ന് പറഞ്ഞു, വി സി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതേ ഉടനെ 2500 ഉറുപ്പ്യ അനുവദിച്ചു. ആലോചിച്ചു, ഞാനത് ഹൈദരാബാദിൽ രോഹിത് വെമുല എന്നുള്ള ഒരു ദളിത് വിദ്യാർത്ഥി അവിടുത്തെ പീഡനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്ത വാർത്ത വന്നപ്പോൾ ഞാനിത് മലയാള മനോരമ പത്രത്തിൽ ഒരു കുറിപ്പായിട്ട് ഇത് എഴുതിയിരുന്നു. ഗനിസാർ ഇങ്ങനെ ചെയ്തു. ആ 2500 ഉറുപ്പ്യ ആര് മടക്കി കൊടുത്തു? അദ്ദേഹത്തിൻ്റെ പെൻഷനിന് പിടിച്ചോ ശമ്പളത്തിന് പിടിച്ചോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ അപ്പോഴേക്ക് പോയല്ലോ, അദ്ദേഹം എവിടെയുണ്ട്. ഈ തരത്തിൽ അലിവുള്ള ഒരാളാണ് അദ്ദേഹം. പിന്നെ ഒരാളെയും ഒരു കുറ്റവും ചെയ്യാൻ അദ്ദേഹം വിടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു പ്രൊഫസർ ഒരു ബില്ലിലൊരു കള്ളത്തരം കാണിച്ചു, വിക്സ് മേടിച്ചു. വിക്സ് അദ്ദേഹം 50 രൂപയുടെ ബില്ല് ഹാജരാക്കിയത്. അപ്പോൾ ഓഡിറ്റുകാർ പിടിച്ചു. ഓഡിറ്റുകാർ പറഞ്ഞു വിക്സിന് 5 രൂപയാണ്, 50 രൂപയുടെ വിക്സ് മാർക്കറ്റിലില്ല. അപ്പോൾ വളരെ അറിയപ്പെടുന്ന ഒരു പ്രൊഫസറാണ് ചെയ്യുന്നത്. അപ്പോൾ ഗനിസാറിൻ്റെ മുമ്പിൽ ഫയൽ വന്നു. അതെന്ത് ചെയ്യുന്നറിയോ, 45 രൂപ ഈ പ്രൊഫസറോട് യൂണിവേഴ്സിറ്റി അക്കൗണ്ടിൽ മടക്കി അടക്കാൻ പറഞ്ഞു, ഫയൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, അല്ല സാർ അയാൾക്കൊരു ശിക്ഷ വേണ്ടേ? അപ്പോൾ ഗനിസാർ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് എൻ്റെ വിദ്യാർത്ഥികളോട് പറയേണ്ടത്? അവരുടെ ഗുരുനാഥൻ 45 രൂപ വെട്ടിക്കാൻ വേണ്ടി കള്ളബില്ലുണ്ടാക്കിയെന്നു. അതെനിക്ക് പറയാൻ പറ്റില്ല. അത് ആ കുട്ടികളുടെ ധാർമ്മിക ബലം മുറയിൽ തകർക്കും. അതാരും അറിയണ്ട. യൂണിവേഴ്സിറ്റിക്ക് പൈസ പോയിട്ടില്ലല്ലോ, അത് മതി. അങ്ങനെ അദ്ദേഹം കാര്യങ്ങൾ തീർക്കുക. എപ്പോഴും ഒരു കോംപ്രമൈസിൻ്റെ, ഒരു രാജിയാവലിൻ്റെ, ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അദ്ദേഹം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഓർക്കുന്ന വേറൊരു രംഗം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ രംഗം. അഴീക്കോട് മാഷ് അന്ന് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ കോഴിക്കോട് പരിഷത്ത് നടക്കുകയാണ്. അപ്പോൾ അതിൽ അന്നത്തെ പ്രസിഡൻറ്റ് രാഷ്ട്രപതി വി ഗിരിയ ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു പരിപാടിയിൽ ഏതോ ഒരു ദക്ഷിണേന്ത്യൻ സാഹിത്യ സമ്മേളനമുണ്ട്. അത് പുതുതായിട്ട് പരിഷത്ത് പരിചയപ്പെടുന്നൊരു കാര്യമാണ് ദക്ഷിണേന്ത്യൻ സാഹിത്യ സമ്മേളനം എന്ന് പറയുന്നത്. അതിൽ ഏതോ ഒരു അന്ന് ഏറ്റവും പ്രധാന അധ്യക്ഷ പ്രസംഗമാണ് ഏറ്റവും പ്രധാനം. ഇന്നിപ്പോൾ ഉദ്ഘാടന പ്രസംഗമല്ലേ. അപ്പോൾ അധ്യക്ഷൻ ആരോ ഒരാൾ വന്നില്ല. അപ്പോൾ അഴീക്കോട് സാർ കാർ എടുത്തിട്ട് നേരെ ഇവിടെ വന്നപ്പോൾ ഒഴിവുദിവസമാണ്, ഗനിസാർ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വിളിച്ചുണർത്തി, സാറ് വന്നേ പറ്റുള്ളൂ എന്ന് അഴീക്കോട് മാഷ് പറഞ്ഞു. അവിടെ വന്നിട്ട് ഗനിസാർ പ്രസംഗിച്ചു സാഹിത്യത്തിൽ. അദ്ദേഹം വലിയ ഷേക്സ്പിയറിയൻ സ്കോളറാണ്. എല്ലാവരും പറയുന്നത് ഷേക്സ്പിയറിൻ്റെ വലിയ പണ്ഡിതനാണെന്നും ഷേക്സ്പിയറിയൻ നാടകങ്ങൾ അദ്ദേഹം ക്ലാസ്സിലെടുക്കുന്നതിനെ പറ്റിയൊക്കെ വലിയ കഥകളുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഏറ്റവും നല്ല പ്രസംഗം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിന് ഒന്ന് മുഖം കഴുകാനും ഉടുപ്പ് മാറ്റാനുള്ള സമയമല്ലാതെ ഒന്നും സമയം കിട്ടിയിട്ടില്ല. അവസാനമാണ് ഇത് അറിയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗ വൈഭവം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം കാര്യമായി ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷെപ്പേർഡ് സാറ് വലിയ ഗൈഡുമാരുള്ളതൊക്കെ എഴുതിയിട്ടുള്ളൂ. അവരുടെയൊക്കെ ക്ലാസ്സിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഗനിസാറിനോട് വലിയ ബഹുമാനമായിരുന്നു അഴീക്കോട് മാഷക്ക്. അപ്പോൾ 1987 അദ്ദേഹത്തിന് ഓണററി ഡീലിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് ഗനിസാർ മാത്രമല്ല, KP കേശവമേനോനുണ്ട് കൂടുതൽ. അപ്പോൾ അന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ഗനിസാർ എന്ത് പറയുന്നത് എനിക്ക് വലിയ ആകാംക്ഷയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണല്ലോ, അപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചിലരൊക്കെ എനിക്ക് കത്ത് എഴുതുമ്പോൾ ഡോക്ടർ MM ഗനി എന്ന് എഴുതാറുണ്ട്. അതെനിക്ക് വലിയ ചമ്മലായിരുന്നു അത്, ആ കത്തൊക്കെ തുറക്കാൻ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കത്ത് കിട്ടിയാൽ ചമ്മൽ കൂടാതെ തുറക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചെറുപ്പം അത്ര കാണിക്കാതെ അത്രയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയാം. ഇങ്ങനെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വിനയം എന്ന് പറയുന്നത് അറ്റമില്ല. അപ്പോൾ
കുട്ടികളോട് പെരുമാറുമ്പോഴാണെങ്കിലും പിന്നെ അദ്ദേഹം അനാവശ്യമായിട്ട് സംസാരിക്കില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞത് അദ്ദേഹം നോമ്പ് കാലത്ത് ഇപ്പോൾ ഒരു പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചു, ലഞ്ചിന് അദ്ദേഹം പോവും. അദ്ദേഹം നോമ്പ് പോയിട്ടുണ്ടാവും, അത് അദ്ദേഹം ആരോടും പറയില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലേറ്റ് മുമ്പിൽ വയ്ക്കും, അത് അപ്പം വെള്ളം വയ്ക്കുമൊന്നും പറയില്ല. ആ പ്ലേറ്റിലേക്ക് ഒരു വിളമ്പാൻ വരുമ്പോൾ അദ്ദേഹം ഒരു സോറി എന്ന് പറയും. അപ്പോഴാണ് സോറി എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം നോമ്പുകാരനാണ് നമ്മളറിയുക, അല്ല എനിക്ക് നോമ്പാണ് എന്ന് അങ്ങനെയില്ല. അപ്പോൾ മറ്റൊരു കഴിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കില്ല, ഇദ്ദേഹത്തിൻ്റെ പ്ലേറ്റിലൊന്നും വീണിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കില്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അദ്ദേഹം ഇവിടെ VC ആവുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഫുട്ബോൾ, വോളിബോൾ ഇതൊക്കെ അഖിലേന്ത്യാ തലത്തിൽ പല സമ്മാനങ്ങളും വാങ്ങി. ഒരിക്കലും അത്തരം ഒരു ഫുട്ബോൾ ടീമിനെ അനുമോദിക്കാൻ വേണ്ടി ചേർന്ന യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ യൂണിവേഴ്സിറ്റി ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റിയായി മാറുകയാണോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം തമാശ പറഞ്ഞിരുന്നു. നല്ല തമാശ പറയും. അപ്പോൾ എല്ലാവരോടും വളരെ ലോഹ്യമാണ്. പിന്നെ ആരോടും അധികം കെട്ടിക്കണിയാൻ പോകില്ല. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ യൂണിയൻകാരും സമരം വിളിയെ കൊണ്ട് ഒരിക്കലും ഇവിടെ ഒരു സമരം ഉണ്ടായിട്ട് ഒരു ലാത്തി ചാർജ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പോലീസിനെ വിളിച്ചതെന്ന് പലരും വിചാരിച്ചു. അദ്ദേഹമല്ല പോലീസിനെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് അന്ന് രോഗമുണ്ട്, അദ്ദേഹത്തിന് മരുന്ന് കഴിക്കാനോ ഊണ് കഴിക്കാനോ പോകാൻ പറ്റാത്ത മാതിരിയിൽ ഘരാവോ വന്നപ്പോൾ വേറെ ആരോ ഫോൺ ചെയ്താണ്, പോലീസ് ഒന്ന് ലാത്തി ചാർജ് നടത്തി. അപ്പോൾ അദ്ദേഹം കുറ്റവാളിയല്ല, ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഗനിസാർ ഒരിക്കലും അങ്ങനെ പോലീസിനെ വിളിക്കില്ല എന്ന് എനിക്കറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ എപ്പോഴും അദ്ദേഹം ഫയലിൽ എന്താണ് എഴുതിയത് എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. കാരണം അദ്ദേഹം മനോഹരമായിട്ട് ഇംഗ്ലീഷ് എഴുതുമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്, ഇന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾ ഞങ്ങളുടെ ഒരു പ്രൊഫസറുടെ മാതിരി, ഞങ്ങളുടെ ഒരു മാതൃകാ പുരുഷൻ്റെ മാതിരി, ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ്റെ മാതിരിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് നടന്നിരുന്നത്. എപ്പോഴും അത് അദ്ദേഹം അർഹിച്ചിരുന്നു. മാത്രമല്ല ഞങ്ങളോട് വലിയ വാത്സല്യം. ഞാൻ പറഞ്ഞല്ലോ, ആ 2500 രൂപ അന്ന് ഒരുമാതിരി ഒരു വൈസ് ചാൻസലർ അത് പാസ്സാക്കില്ല. കാരണം തൻ്റെ യൂണിവേഴ്സിറ്റിയിൽ, തൻ്റെ ക്യാമ്പസിൽ അങ്ങനെ ഒരു അന്യായം നടക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വലിയ കാഴ്ചപ്പാടുള്ള ആളാണ്. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റി, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഐഡിയ. ആ നടവഴിയുടെ 2 ഭാഗത്ത് ആ വലിയ പന വെച്ചല്ലേ, അത് ഗനിസാറ് വപ്പിച്ചതാണ്. അത്ര വരെ അദ്ദേഹം ശ്രദ്ധിക്കും. അവിടെ അങ്ങനെ ഒരു റോഡ് ഉണ്ടായാൽ പോരാ, അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ടായാൽ പോരാ, എന്ത് വേണം, അതിൽ നടന്നു പോകുന്ന ആളുകൾക്ക് തണൽ വേണം, കാണാൻ ഭംഗി വേണം. അത്ര എല്ലാ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിക്കും. മാത്രമല്ല നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം തരും. ഞാൻ പറയുന്നത്, ഞാൻ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ അനുഭവിച്ചാണ്. ഞാൻ ചെല്ലുമ്പോൾ വാട്ട് മിസ്റ്റർ മൊഹീദ്ദീൻ എന്ന് ചോദിക്കും. വലിയ പേടിയാണ്. കാരണം നമ്മൾ വാചകം ഇംഗ്ലീഷിൽ ആലോചിച്ച് പോയാലേ പറയാൻ പറ്റുള്ളൂ, അല്ലെ സാറോട് എങ്ങനെ വർത്താനം പറയുന്നത്. അങ്ങനെ ഇവിടെ എല്ലാ ആളുകൾക്കും വളരെയധികം ബഹുമാനവും ആരാധനയും തോന്നിയിരുന്ന ആളാണ്. MGS നാരായണൻ അദ്ദേഹത്തെ പറ്റി ഒരു സമയത്ത് പറയുമ്പോൾ മഹാൻ എന്ന് പറയുന്നുണ്ട്. അഴീക്കോട് മാഷ് ഒരു ലേഖനത്തിൽ അദ്ദേഹത്തെ പറ്റി മഹാൻ എന്ന് പറയുന്നുണ്ട്. അത് കൃത്യമാണ്. എന്നുവെച്ചാൽ നിഷ്പക്ഷമായി, നീതിപൂർവമായി, പിന്നെ എല്ലാ തരത്തിലുള്ള അക്കാഡമിക് ആക്ടിവിറ്റീസിനും അദ്ദേഹം വലിയ പ്രോത്സാഹനം കൊടുത്തിരുന്നു. കഴിയുന്നത്ര ആളുകളെ പുറത്തേക്ക് പറഞ്ഞേക്കുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഞാൻ പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം, അതിന് ഈ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിന്. അദ്ദേഹം നോമിനേറ്റ് ചെയ്തത് ദേവഗിരി കോളേജിലെ അധ്യാപകനായിരുന്ന R വിശ്വനാഥനെയാണ്. ഇവിടുത്തെ ഒരു അധ്യാപകനെയല്ല. ഒരിക്കൽ R വിശ്വനാഥൻ എന്തോ പറയുന്നത്, ഏതോ മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു. ഷെപ്പേർഡിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഷെപ്പേർഡിൻ്റെ സ്റ്റുഡൻ്റാണ് വിശ്വനാഥൻ, ഷെപ്പേർഡിൻ്റെ കൊളീഗുമാണ്. ഞാൻ അയാളുടെ പേര് എഴുതിക്കോട്ടെ. വളരെ നല്ലതാണെന്ന് പറഞ്ഞു. ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് കിട്ടി. വിശ്വനാഥൻ അമേരിക്കയിൽ പോയി. പിന്നെ അടുത്ത പോസ്റ്റിൽ വിശ്വനാഥൻ ഇവിടെ വന്നു. വിശ്വനാഥന് വളരെ കഴിവുള്ള ആളാണ്. ആ കഴിവൊക്കെ അദ്ദേഹം കണ്ടറിയും. അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുന്ന ഒരാളെയാണെങ്കിലും അയാൾ എന്താണ് തരം, എന്തിനാണ് വന്നത് എന്നൊക്കെ തിരിയാനുള്ള ഒരു വാതിലുണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ന്യൂസ് ഒരു പ്രത്യേക പതിപ്പിറക്കിയിരുന്നു. ആ പതിപ്പിലെ 1ാമത്തെ ലേഖനം വിദ്യാഭ്യാസ മന്ത്രി CH ചുമതലയുടെ. അതിലൊരു വാക്യം ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വലുതോ ചെറുതോ ആയ എന്തെങ്കിലും ശുപാർശ മുഹമ്മദ് ഖനിയോട് പറയാൻ ഞാൻ ഒരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല എന്നാണ്. അതാണ് മുഹമ്മദ് ഖനിയോട് ഒരു ശുപാർശ പറയാൻ മന്ത്രി CH ചുമതല ധൈര്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം താൻ തന്നെ എഴുതിയ ലേഖനത്തിൽ പറയാൻ. അത്ര നീതിമാനായിരുന്നു. ജാതിയോ മതമോ ഭാഷയോ പാർട്ടിയോ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് വിഷയമായിരുന്നില്ല. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. മാത്രമല്ല എല്ലാവർക്കും വളരാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യോഗ്യതകളിൽ പ്രധാനം അദ്ദേഹം ഇട്ട അടിത്തറയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആ വൈസ് ചാൻസലറുടെ സ്മരണയെ അഭിവാദ്യം ചെയ്യുന്നു. Talk on.
ടോക്ക് ഓണിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായ മുഹമ്മദ് ഗനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത് എം.എൻ. കാരശ്ശേരി.